സജു, നമ്മൾ ഡൽഹി രാജ്യ തലസ്ഥാനത്ത് നിന്ന് തുടങ്ങുകയാണ്. ഇപ്പോൾ മലയാളി എവിടെയായാലും ഓണം അവിടെയുണ്ട് എന്നുള്ളതാണല്ലോ സങ്കല്പം. അപ്പോൾ ഇനി ഡൽഹിയിലാണെങ്കിൽ നിറയെ മലയാളികളുണ്ട്, അവിടെയാണെങ്കിൽ ഗുരുവായൂരപ്പൻ ക്ഷേത്രവുമുണ്ട്. ഒന്നിനും ഒരു പഞ്ഞവുമില്ല. ഓണത്തിന് എന്തെല്ലാം വേണോ അതൊക്കെ ഡൽഹിയിൽ ലഭ്യമാണ് താനും. അതുകൊണ്ട് തന്നെ ഒരു 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 അടിപൊളി ഓണാഘോഷത്തിൻ്റെ നിറവിലേക്ക് ഡൽഹിയിലെ മലയാളി കൂട്ടായ്മകളൊക്കെ കടക്കുന്ന ഒരു നേരം കൂടിയാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സജു? സൈബു, തീർച്ചയായിട്ടും എന്തായാലും സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും പങ്കിടലിൻ്റെയും ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് തിരുവോണ ദിനത്തിൽ ഇപ്പോൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ മലയാളികൾ അടങ്ങുന്ന വലിയ സമൂഹം. പ്രത്യേകിച്ച് ഞാൻ രാവിലെ നമ്മൾ 6:30 ഇവിടെ എത്തിയത്. 6:30 തന്നെ വലിയ തിരക്കായിരുന്നു. ഇപ്പോൾ ഏകദേശം ക്ഷേത്ര ദർശനം കഴിഞ്ഞൊക്കെയും പ്രസാദം വാങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയിരിക്കുന്ന മലയാളി സമൂഹമാണ് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ ക്ഷേത്രനടയിൽ വലിയ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത്തച്ചമയങ്ങളും അത്തപ്പൂക്കളും ഒക്കെ ഉണ്ടായതിനു ശേഷം വിവിധ ഇടങ്ങളിലായിട്ട് വന്ന എല്ലാവർക്കും വേണ്ടി ഇവിടെ വലിയ ഏകദേശം 5000-ലധികം പേർക്ക് ഭക്ഷണമൊക്കെയും ഓണസദ്യയൊക്കെയും ക്രമീകരിച്ചിട്ടുണ്ട്. 31 കറിക്കൂട്ടുകളടങ്ങിയ ഭക്ഷണം, അതായത് ഓണസദ്യയാണ് ക്ഷേത്രം ഭാരവാഹികൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇപ്പോൾ ക്യൂബിൽ കാണുന്നത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇവിടുന്ന് പ്രസാദം വാങ്ങിക്കുന്ന മലയാളികളാണ്. മലയാളികൾ മാത്രമല്ല, ഇവിടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരും ഒക്കെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഓണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു മറുനാടൻ മലയാളികളുടെ ഉത്സവമായി മാറാൻ കാരണം ഒരു ഒത്തുചേരലിൻ്റെ അവസരമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് എല്ലാവരും ഒരുമിച്ച് കാണുന്നു, സൗഹൃദങ്ങൾ പങ്കിടുന്നു, ഓണസദ്യ കഴിക്കുന്നു, ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. അത്തരത്തിൽ വലിയ വിപുലമായ ഓണാഘോഷ പരിപാടിയാണ് ഇവിടെ ഡൽഹി മലയാളി അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാവിലെ നമ്മോട് സംസാരിച്ച ക്ഷേത്ര ഭാരവാഹികളൊക്കെ പറഞ്ഞ ഏകദേശം 5000-ലധികം പേർക്കാണ് ഓണസദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. 31 കറിക്കൂട്ടുകളുമൊക്കെ ആയിട്ടാണ് വലിയ ഓണാഘോഷ പരിപാടികളായിട്ട് മുൻപോട്ട് പോകുന്നത്. എന്തായാലും ഞാൻ മുൻപ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഇവിടെയുള്ള ഓണാഘോഷ പരിപാടികൾ ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഏകദേശം 2-2.5 മാസക്കാലത്തോളമായിട്ട് മുൻപോട്ട് ഇനിയിപ്പോൾ ഓണാഘോഷ പരിപാടിയാണ്. പ്രത്യേകിച്ച് ഓരോ മലയാളി അസോസിയേഷനുകളുടെയും അതുപോലെ മറ്റ് ഇതര സ്ഥാപനങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും ഒക്കെ ഓണാഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള ഓണാഘോഷ പരിപാടികളായിട്ടാണ് മലയാളി സമൂഹം ഇവിടെ ഒത്തുചേരുന്നത്. പ്രത്യേകിച്ച് എല്ലാവരും കാണുക, സ്നേഹം പങ്കിടുക, ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, എല്ലാവരുമായിട്ട് സ്നേഹം പങ്കിട്ടുകൊണ്ട് വലിയൊരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ വലിയ തിരക്കാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം വാങ്ങിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന വലിയ തിരക്കാണ്. റോഡിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ മലയാളികളെ സംബന്ധിച്ച് മലയാളികൾ എല്ലാവരും ഈ ദിവസമാണ് എല്ലാവരും ഒന്നിച്ച് കാണുന്നത്. പലയിടങ്ങളിൽ തൊഴിലെടുക്കുന്നവരുണ്ട്. അവിടെ നിന്നൊക്കെയും ജോലി ഇന്നില്ല, അല്ലെങ്കിൽ ആ ദിവസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ചുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു സമരമാണ്. ഇപ്പോൾ ഒരു മലയാളി യുവാക്കൾ നമ്മളൊപ്പം ഉണ്ട്. എത്ര നിങ്ങളുടെ ഓണാഘോഷം എവിടം വരെയായി? സെയിം ക്ലാസ് ആണ് എല്ലാവരും? ഓണപ്പാട്ടായാലോ, ഒരു ചെറിയൊരു ഓണപ്പാട്ട്. ഓക്കെ, റെഡി? വൈബല്ലേ? സെറ്റല്ലേ? റെഡി. അപ്പൊ നമുക്ക് വേണ്ടി DU-ലെ വിദ്യാർത്ഥികൾ ഒരു ചെറിയ ഓണപ്പാട്ട് പാടുവാണ്. മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്, നാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്, തിരുവാവണിരാവ് മനസാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്.
അപ്പം ഈ ഓണം ആഘോഷിക്കാൻ തന്നെയാണ് ഡൽഹി മലയാളി സമൂഹം എത്തിയിരിക്കുന്നത്. ഓണാഘോഷത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 2-3 മാസക്കാലമായി നീണ്ടു നിൽക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് ഡൽഹിയിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിവിധ സ്ഥലങ്ങളിലെത്തിയ മലയാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഓണാഘോഷ പരിപാടിയുണ്ട്, ഗാനമേളയുണ്ട്, മെഗാ ഷോയൊക്കെയും ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ഡൽഹിയിലെ മലയാളി സമൂഹം വിവിധ മലയാളി അസോസിയേഷനുകളും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലെ വിദ്യാർത്ഥികൾ ഒക്കെയും വലിയ പരിപാടികളൊക്കെ ആസ്വദിക്കാനും ഇവിടുത്തെ ഓണസദ്യയിൽ പങ്കുചേരാനുമായിട്ടാണ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ആഘോഷങ്ങൾക്ക് ഡൽഹിയിലെ മലയാളി സമൂഹം തുടക്കം കുറിച്ചിരിക്കുകയാണ്. സൈഫുദ്ദീൻ. സജു, ഉള്ളത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബുള്ളറ്റിൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നാട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരു ലൈവ് കിട്ടണം, നാട്ടിലെ ആഘോഷങ്ങൾ വേണം എന്നുള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഡൽഹിയിൽ തുടങ്ങുന്നതിലുള്ള ഒരു നിരാശ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ സജു പറഞ്ഞു തുടങ്ങിയപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടപ്പോൾ അവരുടെ പാട്ടും കൂടിയായപ്പോൾ നാട്ടിലേതിനെ വെല്ലുന്ന നല്ല ഗംഭീര ആഘോഷം മറ്റിടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. വലിയ സന്തോഷം തന്നെയാണ്. എന്തായാലും ഇനി സദ്യവട്ടത്തിനുള്ള ഒരുക്കങ്ങളാണ്. അവിടെ എവിടെയാണ് സദ്യക്കുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയിരിക്കുന്നത്? 31 പായസക്കൂട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തിയിട്ടുണ്ട് സജു? അതായത് രാവിലെ നമ്മോട് സംസാരിച്ച ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞത് എല്ലാ കൊല്ലവും, അതായത് ഈ ക്ഷേത്രം ഇവിടെ പണി കഴിപ്പിച്ചിട്ട് ഏകദേശം 45 വർഷം പിന്നിടുകയാണ്. അന്ന് മുതൽ, അതായത് 1974 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിവിധ വർഷങ്ങളിൽ നിരവധിയായിട്ടുള്ള മനുഷ്യർക്കാണ് ഇവിടുന്ന് ഇന്ന് ഓണസദ്യ നൽകുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ആ ഭാഗത്തേക്ക് കാണുന്നതാണ് ക്ഷേത്ര ഓഡിറ്റോറിയം. ഈ ഓഡിറ്റോറിയത്തിന് മുകളിലാണ് ഭക്ഷണമൊക്കെയും ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് നമ്മൾ നേരത്തെ അവിടേക്ക് പോയായിരുന്നു. അവിടത്തേക്കുള്ള വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഏകദേശം 5000-ലധികം പേർക്കാണ് ഭക്ഷണം, അതായത് ഓണസദ്യ നൽകുന്നത്. വളരെ വിപുലമായ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ സദ്യയും അത്രത്തോളം തന്നെ ഗംഭീരമാക്കാനാണ് ക്ഷേത്രം ഭാരവാഹികളും അതുപോലെ തന്നെ മലയാളി അസോസിയേഷനുകളും ഇവിടെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ വിപുലമായിട്ടുള്ള നാട്ടിൽ നമ്മൾ എല്ലാവരോട് സംസാരിക്കുമ്പോൾ എല്ലാവരും നമ്മോട് പറയുന്നത് നാട്ടിലെ ഓണത്തെക്കാളും ഓണം എന്ന് പറയുന്നത് പങ്കിടലിന്റെയും സ്നേഹത്തിന്റെയും ഒത്തുചേരലിന്റെയും കൂട്ടായ്മ, അത് ഏറ്റവും ആഘോഷപരിതമാക്കുന്നത് അല്ലെങ്കിൽ ആഘോഷപൂർണ്ണമാക്കുന്നത് ഡൽഹിയിലെ മറുനാടൻ മലയാളികളാണ്. ഇവിടാണ് യഥാർത്ഥ ഓണം എന്നാണ് പറയുന്നത്. നമ്മോട് രാവിലെ സംസാരിച്ച ഒരു മുത്തശ്ശി 1964 ഡൽഹിയിൽ എത്തിയത്. ഏകദേശം 40 വർഷത്തിലധികമായിട്ട് അല്ലെങ്കിൽ 50 വർഷത്തിലധികമായിട്ടൊക്കെ ഡൽഹിയിൽ താമസിക്കുന്ന മലയാളികളുണ്ട്. അവരൊക്കെ നമ്മോട് പങ്കുവെക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഡൽഹിയിൽ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു, ഇവിടെയുള്ള എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നു. അത്തരത്തിൽ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളും ഓണസദ്യയൊക്കെ പങ്കെടുക്കുന്നു. അത്തരത്തിൽ മക്കളും മരുമക്കളൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് താമസിക്കുന്ന മലയാളികളുണ്ട്. അവരുടെ ഓണാഘോഷ പരിപാടികൾ വളരെ വിപുലമായിട്ടാണ് ഡൽഹിയിൽ നടക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലേക്കുള്ള ഓണാഘോഷ പരിപാടിയിലേക്കാണ് ഇന്ന് മുതൽ തുടക്കമിട്ടിരിക്കുന്നത്. എല്ലാവരും സ്നേഹം കാണുക, അല്ലെങ്കിൽ പലയിടങ്ങളിൽ താമസിക്കുന്നവരാണ്. വളരെ പരിമിതമായ സ്ഥലത്തിനുള്ളിൽ വളരെ എല്ലാവരും നേരിട്ട് കാണുന്ന ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾക്കാണ്. അത്തരത്തിൽ ഈ ഒരു തിരുവോണ ദിവസത്തിൽ എല്ലാവരും ക്ഷേത്രത്തിൽ വരുന്നു, സ്നേഹം പങ്കിടുന്നു, പരസ്പരം കാണുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ കൂട്ടായ്മയിൽ പങ്കുചേരുന്നു. ഇവിടുത്തെയുള്ള വിവിധ പരിപാടികളുണ്ട്, ആഘോഷ പരിപാടികളുണ്ട്, അതിലേക്ക് പങ്കുചേർന്ന് ഓണം എന്തായാലും കളറാക്കാനുള്ള നീക്കത്തിലാണ് ഡൽഹിയിലെ മലയാളി അസോസിയേഷനുകളും ഇവിടെയുള്ള മലയാളികളും. സൈഫു. തീർച്ചയായും ഓണം ഡൽഹിയിലാണ്, പക്ഷേ എല്ലാ ആഘോഷ കാഴ്ചകളും അവിടെയുമുണ്ട്. വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരു നല്ല ഓണാഘോഷത്തിൻ്റെ ഏറ്റവും വലിയ ചേരുവ. അതുമുണ്ട്. 31 തരം കറിക്കൂട്ടുകൾ, വിവിധ തരം പായസങ്ങൾ എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രതിനിധി സജു അടക്കം സദ്യ കഴിക്കാനുള്ള ഒരുക്കങ്ങളിലുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ